എല്ലാരും ഞങ്ങളെ സഹായിക്കണം. ഇപ്പൊ എനിക്ക് വീടിനെ കാട്ടി അത്യാവശ്യം ഞങ്ങളുടെ ലോൺ ഒന്ന് അടച്ചു തീർക്കണമെന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 25-ാം തീയതിക്ക് ഞങ്ങളെ വീടിന് ഇറങ്ങി കൊടുക്കണം. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് എല്ലാവരുടെയും ചിന്ത. ഹായ് നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടാകുന്ന സാമ്പത്തിക സഹായങ്ങളും എത്രയും പെട്ടെന്ന് ഈ ഒരു കുടുംബത്തിന് ചെയ്തു നൽകണം കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു കുട്ടിയാണ്. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു കുട്ടിയുടെ പാട്ട്. അവന്റെ പേര് ആര്യൻ എന്നാണ്. അവന്റെ ഒരു വീഡിയോ ഫ്ലവേഴ്സ് ഈ ഒരു ടോപ്പ് സിംഗറിന്റെ വേദിയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. അതായത് അവരുടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളും അല്ലെങ്കിൽ ആ ഒരു കുടുംബം അനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തത്. പക്ഷെ അത് ഒരുപാട് പേര് അന്ന് ഷെയർ ചെയ്തു. പക്ഷെ അവർക്ക് സാമ്പത്തികപരമായി ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ കിട്ടിയില്ല. ഏകദേശം ഒരു 70,000 79 അത്രത്തോളം രൂപ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ഇപ്പോ എന്ന് പറഞ്ഞാൽ ആ കുടുംബം ആ വീട് ഇപ്പൊ ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണ്. ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അവർക്ക് ആ വീടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഏകദേശം ഒരു 9,40,000 മുകളിലായി കഴിഞ്ഞു അവർക്ക് ഇപ്പൊ അടയ്ക്കാനുള്ള പൈസ. അത് കണ്ടെത്താൻ അവരെ കൊണ്ടാകുന്നില്ല. ആ കുട്ടിക്ക് എന്താ പറയാ, വേദികളും അങ്ങനെ ഒന്നും കിട്ടുന്നതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടിൽ പോവുകയാണ് ആ ഒരു കുടുംബം. എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ടാകുന്ന നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ആ ഒരു കുടുംബത്തിന് ചെയ്തു നൽകണം കേട്ടോ. കാരണം വീടെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും വീടിനെ കുറിച്ചല്ല അവർക്ക് വേവലാതി. അവർക്ക് അവരുടെ ആ കിടപ്പാടം നഷ്ടമാകുന്നതിനെ കുറിച്ചാണ് ആ ഒരു കുഞ്ഞ് കണ്ണീരോടുകൂടിയാണ് പറഞ്ഞത് കേട്ടോ. തീർച്ചയായും നമ്മളെല്ലാവരും ഈ വീഡിയോ പരമാവധി പങ്കുവയ്ക്കാൻ പറ്റുന്ന അത്രയും പങ്കുവയ്ക്കുകയും ചെയ്യണം. കഴിയുന്നവർ സഹായിക്കാൻ കഴിയുന്ന മനസ്സുകൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അവരെ ഒന്ന് സഹായിക്കണം. കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ആര്യാണ്. ടോപ്പ് സിംഗർ സീസൺ 4 ഫൈനലിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീടാണെങ്കിൽ ജപ്തി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. അപ്പൊ ജപ്തിയുടെ നടുക്ക് നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായം. ഇതാണ് ജപ്തി നോട്ടീസ് തന്നിരിക്കുന്ന. ഇത് അടച്ചു തന്നില്ലെങ്കിൽ നമ്മൾ 2 വർഷത്തിനുള്ളിൽ ഇറങ്ങി കൊടുക്കണം. ഞങ്ങളുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അന്ന് ആ ഒരു ചാരിറ്റിയിലൂടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 72,950 രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് ഈ ഒരു കടത്തിന്റെ ഒരു കാര്യത്തിലോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പം ജപ്തി ആയിരിക്കുകയാണ് വീട്. 9,40,000 ചില്ലറ രൂപ അടയ്ക്കാൻ അവർ പറയുന്നുണ്ട് ബാങ്കുകാര്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല, ഒരു നിവൃത്തിയില്ല. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് എല്ലാവരുടെയും ചിന്ത. ഞങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ആരും ഒരു സഹായത്തിന് ഒന്ന് വിളിച്ച് പറയാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. 31 അവർ ലാസ്റ്റ് വരെ തന്നിരിക്കുന്ന ഡേറ്റ്. മാർച്ച് 25 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു തീരുമാനം നമ്മൾ പറയണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പൈസ അവർ 7 ലക്ഷമാണ് ഇപ്പൊ മാക്സിമം കുറച്ച് തന്നിരിക്കുന്നത്. 7,27,000 അത് മാക്സിമം അടച്ചിട്ട് നമുക്ക് പ്രമാണം തരാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരതിനുശേഷം പിന്നെ ഈ തന്നിരിക്കുന്ന 9,40,000 തന്നെ അടയ്ക്കണം. 2 മാസവും കൂടെ നമുക്കിവിടെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുക. അതിനുശേഷം അറ്റാച്ച് ചെയ്യുമെന്നാണ് നമുക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്. അത് ചേട്ടനൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരന്റെ ചതിയിൽ പെട്ടതാ വണ്ടിയുടെ കച്ചവടത്തില്. അങ്ങനെ കുറച്ച് കോടതി കാര്യങ്ങൾക്കും ചെലവുകൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത്. അപ്പൊ ആദ്യം എടുക്കുന്നത് 2006-ലാണ്.
2006 എടുത്ത് നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ പലിശ അടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പെൻഡിങ് വന്നപ്പോ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം വാങ്ങിച്ച് അത് പുതുക്കി വെച്ചു. 2012 ഒക്കെ ആയപ്പോഴാണ് ഇത് പുതുക്കി വെക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്കൊന്നും അടയ്ക്കാൻ പറ്റിയില്ല. അടയ്ക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 3 സർജറികളും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു വയ്യായ്മ വന്ന് മറിഞ്ഞു വീണ് അങ്ങനെ കുറെ ചികിത്സ കാര്യങ്ങൾ. ഇപ്പൊ അമ്മ കിടപ്പാണ്. അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സംഗീതമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തൊണ്ടയിലൊരു സിസ്റ്റം ഉള്ള കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട് എനിക്ക് പഠിപ്പിക്കുമ്പോൾ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോവുക. ഇതാണ് എന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഇപ്പൊ ഇത് നമ്മൾ കിടക്കുമ്പോ തന്നെ ഇതൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. നമ്മൾ നേരത്തെ അന്തരീക്ഷം കിടന്നപ്പോ ഞാൻ ഇവിടെ കിടന്നപ്പോ എന്റെ പുറത്ത് വീഴണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് വീണില്ല. നമ്മൾ കിടന്നപ്പോ തന്നെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. എന്റെ സമ്മാനങ്ങളാണ്. ഇതാണ് എന്റെ അമ്മമ്മ കിടക്കുന്ന റൂം. അമ്മമ്മ കിടക്കുന്ന റൂമിന്റെ ജനല് മൊത്തം പോയിരിക്കുക. രാത്രിയൊക്കെ ഇവിടെ കള്ളന്മാരൊക്കെ വന്നാൽ തന്നെ ഇത് ഭയങ്കര പേടിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് ഞങ്ങളെ വീടിന് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ജെറ്റിയുടെ പൈസ മാറ്റി തന്നാൽ മതി. എല്ലാരും ഞങ്ങളെ സഹായിക്കണം. ഇപ്പൊ എനിക്ക് വീടിനെയും കാട്ടി അത്യാവശ്യം ഞങ്ങളുടെ ലോൺ ഒന്ന് അടച്ചു തീർക്കണമെന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 25-ാം തീയതിക്ക് കൂടി ഞങ്ങളെ വീടിന് ഇറങ്ങി കൊടുക്കണം. പറയുമ്പോൾ മാറ്റുന്നൊരപ്പനല്ലേ എന്റെ ഏറ്റുമാനൂരപ്പനല്ലേ ഏറ്റു പറയുമ്പോൾ